ബലാലമീൻ. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയുടെ മദാരിജുസ് സാലിക്കീൻ എന്ന കിതാബിലെ അഅ്മാലുൽ ഖുലൂബുകൾ അഥവാ ഖൽബിന്റെ പ്രവർത്തനങ്ങൾ ക്രോഡീകരിച്ചിട്ടുള്ള ഗ്രന്ഥമാണ് അൽ-ഇക്സീർ എന്നുള്ളത്. ഇക്സീർ എന്ന കിതാബിന്റെ 14ഓളം ദർസുകൾ മുമ്പ് നമ്മൾ എടുത്തിട്ടുണ്ട്. അതിന്റെ ബാക്കി ഭാഗമാണ് നാം വായിക്കുന്നത്. ആദ്യമായി കേൾക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ എന്താണ് ഈ കിതാബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇതിലെ ആശയമെന്ന് മനസ്സിലാക്കാൻ വളരെ ചുരുങ്ങിയ രീതിയിൽ പറയാവുന്നതാണ്. ഇമാം ഹറവി റഹിമഹുള്ള അദ്ദേഹം എഴുതിയ മനാസിലുസ് സായിരീൻ എന്ന കിതാബിന്റെ ഷറഹാണ് മദാരിജുസ് സാലിക്കീൻ എന്ന ഈ ഗ്രന്ഥം. ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള എഴുതിയത്. അതിൽ നിന്ന് ആദ്യരായ ചില വിദ്യാർത്ഥികൾ ക്രോഡീകരിച്ചെടുത്തതാണ് അൽ-ഇക്സീർ എന്നുള്ളത്. ഇതിലെ ആശയം ആകത്തുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്കുള്ള യാത്രയിൽ അഥവാ മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ എത്തിച്ചെല്ലുന്ന അല്ലെങ്കിൽ ജീവിതത്തിൽ കടന്നു പോകുന്ന അള്ളാഹുവിനോട് ഉബൂദിയത്ത് തെളിയിക്കേണ്ടി വരുന്ന വ്യത്യസ്ത ഘട്ടങ്ങൾ എന്തൊക്കെയാണെന്നും മൻസിലത്തുകൾ ഏതൊക്കെയാണെന്നും എങ്ങനെയാണ് ഇതെല്ലാം പൂർത്തീകരിക്കേണ്ടത് എന്നുമാണ് ഈ ഒരു കിതാബിൽ പരാമർശിക്കുന്നത്. ഇതിൽ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന അള്ളാഹുവും അടിമയും തമ്മിലുള്ള കരാറിനെ സൂചിപ്പിച്ചുകൊണ്ട് പരാമർശിച്ചുകൊണ്ടാണ് ഈ ഒരു ഗ്രന്ഥം ആരംഭിച്ചിട്ടുള്ളത്. എന്നിട്ട് അതിന്റെ ഇടയിലുള്ള മൻസിലത്തുകൾ എന്ന് പറഞ്ഞുകൊണ്ട് പ്രധാനപ്പെട്ട പല മൻസിലത്തുകളും പറഞ്ഞു. മൻസിലത്തുൽ യഖ്വ, ഗഫലത്തിൽ നിന്ന് ആദ്യം ഉണരണം. മൻസിലത്തുൽ ഫിക്റ, ചിന്ത ഉണ്ടാകണം. പിന്നെ മൻസിലത്തുൽ ബസീറ, ഉൾക്കാഴ്ചയുള്ളവനാകണം. അതുപോലെ അസ്മ്, ദൃഢനിശ്ചയമുള്ളവനാകണം എന്നിവയെല്ലാം പറഞ്ഞു. പിന്നെ അടുത്ത മൻസിലത്തുൽ മുഹാസബ, മുഹാസബത്തിന്റെ മൻസിലത്താണ് അഥവാ സ്വയം ആത്മവിചാരണ. അതിനുശേഷമാണ് മൻസിലത്തു തൗബ എന്നുള്ളത് പറഞ്ഞത്. മൻസിലത്തു തൗബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പശ്ചാത്താപത്തിന്റെ, തൗബ ചെയ്യുന്നതിന്റെ മൻസിലത്ത് എന്നുള്ളത്. ആ ഒരു ബാബിലാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം കിതാബിന്റെ 64ഓളം പേജുകളാണ് വായിച്ചത്. മൻസിലത്തു തൗബയിൽ തൗബയുമായി ബന്ധപ്പെട്ട് ധാരാളം കാര്യങ്ങൾ പരാമർശിക്കുകയും ചില മസായിലുകൾ ചർച്ച ചെയ്യുകയും എല്ലാം ചെയ്തു. ഈ കിതാബിന്റെ ദർസുകൾ ആദ്യമായി കേൾക്കുന്നവർ അതിനു മുൻപ് നടന്ന 14 ദർസുകളുടെ ഓഡിയോ നമുക്ക് ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ അത് കേട്ടാൽ കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇനി തൗബയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചില പരാമർശങ്ങൾ നടത്തിയതിനു ശേഷം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള അടുത്തത് പറയുന്നത് അദ്ദുനൂബു സഗായിറു വ കബായിറു. പാപങ്ങൾ എന്നുള്ളത് ചെറിയ പാപങ്ങളുമുണ്ട്, വലിയ പാപങ്ങളുമുണ്ട്. الذنوب تنقسم إلى صغائر وكبائر بنص القرآن والسنة وإجماع السلف والاعتبار. പാപങ്ങൾ എന്നുള്ളത് ചെറുപാപങ്ങളായിട്ടും വൻപാപങ്ങളായിട്ടും വേർതിരിക്കുന്നു. ബിനസ്സിൽ ഖുർആൻ വസ്സുന്ന, അതിന് ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും തന്നെ ധാരാളം തെളിവുകളുണ്ട്. പലപ്പോഴും പല ദർസുകളിലും പ്രത്യേകിച്ച് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയുടെ തന്നെ ദഅവ എന്നുള്ള ദർസിൽ ഈ വിഷയം വിശാലമായി നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്, അതിനുള്ള ദലീലുകൾ ഉദ്ധരിച്ചുകൊണ്ട്. വഇജ്മാഇ സലഫ് വൽ ഇഅ്തിബാർ, അതുപോലെ സലഫുകളുടെ ഇജ്മാ കൊണ്ടും ഇഅ്തിബാർ പലതും മനസ്സിലാക്കിക്കൊണ്ടും പരിഗണനീയമായിക്കൊണ്ടും അത് മനസ്സിലാകുന്ന കാര്യമാണ് പാപങ്ങൾ വലുതും ചെറുതും എന്ന നിലക്കുണ്ട്. قال الله تعالى, الله سبحانه وتعالى പറഞ്ഞു, إن تجتنبوا كبائر ما تنهون عنه نكفر عنكم سيئاتكم. സൂറത്തുൽ നിസായിലെ 31ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞു, إن تجتنبوا كبائر ما تنهون عنه. നിങ്ങൾക്ക് വിരോധിച്ചിട്ടുള്ള, നിങ്ങളുടെ മേൽ വിരോധിക്കപ്പെട്ടിട്ടുള്ള വലിയ പാപങ്ങൾ നിങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ നുകഫിർ അൻകും സയ്യിആതികും, നിങ്ങളുടെ തെറ്റുകൾ, പാപങ്ങൾ നാം പുറത്തു നൽകുന്നതാണ്, അതിന് പ്രായശ്ചിത്തമാകുന്നതാണ്. ഇവിടെ നോക്കൂ, വൻപാപങ്ങൾ എന്നുള്ളത് ഒഴിവാക്കാനും പറഞ്ഞു. അതുപോലെ തന്നെ ചെറിയ പാപങ്ങൾ എന്നുള്ളത് അഥവാ സയ്യിആതികും, മറ്റുള്ള പാപങ്ങൾ പുറത്തു നൽകുമെന്നും പറഞ്ഞു. അപ്പൊ പാപങ്ങളെ രണ്ടായിക്കൊണ്ട് അല്ലാഹു തആല ഇതിൽ പരാമർശിക്കുന്നുണ്ട്. വേറെയും ആയത്തുകളും ഹദീസുകളും ഈ വിഷയത്തെ അറിയിക്കുന്നതായിട്ട് ധാരാളം നമുക്ക് കാണാൻ സാധിക്കും. വഅമ്മ ഹദീസ്, എന്നിട്ട് ഹദീസിനെ സംബന്ധിച്ച് മദാരിജുസ് സാലിക്കീൻ എന്നുള്ള യഥാർത്ഥ ഗ്രന്ഥത്തിൽ ആ വിഷയം വിശാലമായി ചർച്ച ചെയ്യുന്നുണ്ട്. വൻപാപങ്ങളും ചെറുപാപങ്ങളും എന്ന നിലക്കൊക്കെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്.
അതിലെ സംക്ഷിപ്തമാക്കിക്കൊണ്ട് അതിന്റെ 1/3 മാത്രമാണ് അൽ-ഇക്സീർ എന്നുള്ള കിതാബ്. അതുകൊണ്ടാണ് കൂടുതൽ തെളിവുകളും മറ്റുമൊന്നും കൊടുക്കാത്തുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട വേറെ കുറെ ചർച്ചകൾക്ക് ശേഷമാണ് പറയുന്നത് ഹദീസിൽ നിന്നുള്ളത് ലൗ ലഖീതനി ബിഖുറാബിൽ അർളി ഖതായ ثم لقيتني لا تشرك بي شيئا أتيتك بقرابها مغفرة. لو لقيتني بقراب الأرض خطايا ثم لقيتني لا تشرك بي شيئا أتيتك بقرابها مغفرة. ഈ ഹദീസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ പൂർണ്ണ ഭാഗം, ഈ ഭാഗത്തിന്റെ അർത്ഥം അല്ലാഹു തആല പറഞ്ഞ ഖുദ്സിയായ ഒരു ഹദീസാണ്. ലൗ ലഖീതനി ബിഖുറാബിൽ അർളി ഖതായ, നീ എങ്ങാനും എന്നെ കണ്ടുമുട്ടുകയാണ്, ഭൂമി നിറയെ പാപങ്ങളുമായിട്ട് കണ്ടുമുട്ടുകയാണ് എങ്കിൽ, സുമ്മ ലഖീതനി ലാ തുശ്രികു ബി ഷൈഅൻ, എന്നിട്ട് എന്നെ കണ്ടുമുട്ടുന്നത് ഒന്നിനെയും പങ്കു ചേർക്കാത്ത അവസ്ഥയിലാണെങ്കിൽ, അതൈതുക ബിഖുറാബിഹാ മഗ്ഫിറതൻ, അത്രത്തോളം മഗ്ഫിറത്തുമായി ഞാൻ നിന്നെ കണ്ടുമുട്ടും. അല്ലാഹു തആല പറഞ്ഞ ഖുദ്സിയായ ഒരു ഹദീസാണ്. എന്നിട്ട് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ പറയുകയാണ്, ഈ ഹദീസ് കേട്ടാൽ പെട്ടെന്ന് എന്താ മനസ്സിലാക്കാൻ സാധിക്കുക? ശിർക്കല്ലാത്ത ഏത് പാപവും വൻപാവമല്ല, ശിർക്കാണ് വൻപാവമായിട്ടുള്ളൂ എന്ന നിലക്കാണ് തോന്നുക. പറയുകയാണ് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ, فلا يدل هذا على أن ما عدا الشرك كله صغائر. ഈ ഹദീസ് ഒരിക്കലും ശിർക്ക് ഒഴികെയുള്ള മറ്റുള്ള പാപങ്ങളെല്ലാം ചെറുപാപങ്ങളാണ് എന്നതിനെ അറിയിക്കുന്നില്ല, അതിനുള്ള തെളിവല്ല. ബൽ യദുല്ലു അലാ അന്ന മൻ ലം യുശ്രിക് ബില്ലാഹി ഷൈഅൻ, പക്ഷേ ഈ ഹദീസ് അറിയിക്കുന്ന കാര്യം ആരെങ്കിലും അല്ലാഹുവിൽ പങ്കു ചേർക്കാതിരിക്കുന്നു എങ്കിൽ ഫദുനൂബുഹു മഗ്ഫൂറത്തുൻ കായിനതൻ മാ കാനത്, അവൻ ചെയ്ത പാപം അതെന്തുമാകട്ടെ അത് പാപം പൊറുക്കപ്പെടാൻ ഉള്ള ഒരു പാപമാണ്, അഥവാ പൊറുക്കപ്പെടൽ ലഭിക്കുന്ന പാപമാണ് എന്നതാണ് അതിനെ അറിയിക്കുന്നത്. അതായത് ഈ ഹദീസിൽ നിന്ന് ഒരിക്കലും ശിർക്കല്ലാത്ത പാപങ്ങളെല്ലാം ചെറുപാപങ്ങൾ മാത്രമാണ് എന്നല്ല ഈ ഹദീസിൽ നിന്ന് കിട്ടുന്നത്. ഈ ഹദീസിൽ നിന്ന് കിട്ടുന്ന പാഠം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശിർക്കല്ലാത്ത ബാക്കിയുള്ള പാപങ്ങളെല്ലാം മഗ്ഫൂറത്തിന് യോഗ്യമാണ്, അഥവാ പൊറുക്കപ്പെടാൻ സാധ്യതയുള്ളതാണ്. വലാകിൻ യൻബഗി അൻ യുഅലമ ഇർതിബാതു അഅമാലിൽ ഖുലൂബി ബിഅഅമാലിൽ ജവാരിഹ്, പക്ഷേ മനസ്സിലാക്കപ്പെടേണ്ട കാര്യമാണ് ഖൽബിന്റെ പ്രവർത്തനങ്ങളും അവയവങ്ങളുടെ പ്രവർത്തനങ്ങളും തമ്മിലുള്ള ബന്ധത്തെ ഗൗരവത്തിൽ മനസ്സിലാക്കണം. വതഅല്ലുഖുഹാ ബിഹാ, അതുപോലെ തന്നെ അത് ആ കൽബിന്റെ പ്രവർത്തനങ്ങൾ അവയവങ്ങളുമായി ബന്ധമുള്ളത് അതുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണെന്ന്. വഇല്ലാ ലം യുഫ്ഹം മുറാദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അതില്ല എങ്കിൽ ആ കൽബിന്റെ പ്രവർത്തനവും അവയവങ്ങളുടെ പ്രവർത്തനവും തമ്മിൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് റസൂലുള്ളാഹിന്റെ വാക്കുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. വയഖഉൽ ഖബ്തു വത്തഖ്ബീത്, അങ്ങനെ അവന്റെ മനസ്സിലാക്കൽ അല്ലെങ്കിൽ അവൻ സംഭവിക്കുന്ന കാര്യം ഖബ്തു തഖ്ബീത് ഒരു ഫേസ് ആണ്, അറബിയിൽ ഫേസ് ഉപയോഗിക്കുന്നതാണ്. ചിന്ന ഭിന്നമാകും, ഒരു കഥയില്ലാതെ ആകും എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട്, അഥവാ കൃത്യമായ രീതിയിൽ അതിനെ മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. ഇനി ഗൗരവമുള്ള ഒരു ചർച്ചയാണ് അടുത്തത് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ പറയുന്നത്. വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ട മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഫഅലം, അപ്പോൾ ഇവിടെ ഈ ആദ്യത്തെ ഈ ഭാഗത്ത് പറഞ്ഞ എന്താണ്, പാപങ്ങൾ വൻപാപങ്ങളായിട്ടും ചെറുപാപങ്ങളായിട്ടും രണ്ടായി വേർതിരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതോടൊപ്പം ശിർക്ക് ഒഴികെയുള്ള പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് പറയുമ്പോൾ ശിർക്ക് മാത്രമല്ല വൻപാപം, ബാക്കിയുള്ളതും വൻപാപങ്ങളായിട്ട് വരുന്നുണ്ട് എന്നാണ് ആ ഹദീസ് അറിയിക്കുന്നതെന്ന് പറഞ്ഞു. അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് വരുന്നത്? ഖൽബിന്റെ പ്രവർത്തനങ്ങളും അവയവങ്ങളുടെ പ്രവർത്തനവും തമ്മിലുള്ള ബന്ധവുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഇനി അത് വ്യക്തമാക്കുന്ന ഭാഗങ്ങളാണ് വായിക്കുന്നത്. ഫഅലം, നീ മനസ്സിലാക്കണം, അന്ന ഹാദ നഫിയ ലഫിയൽ ആമൽ ശിർക്ക് അല്ലാ യുശ്രിക ബില്ലാഹി ഷൈഅൻ അൽബത്തത. ഇവിടെ ഈ ഹദീസിൽ വന്നിട്ടുള്ള അല്ലെങ്കിൽ ബാക്കി പല ആയത്തുകളിലും പല ഹദീസുകളിലും വന്നിട്ടുള്ള ലാ തുശ്രികു ബി ഷൈഅൻ എന്ന നിലക്കുള്ള നഫിയുൽ ആം, മൊത്തത്തിൽ ഷൈഅൻ എന്നുള്ള നക്കിറ അവിടെ നഹീന്റെ സിയാഖിലാണ് വന്നിട്ടുള്ളത്. അറബി ഭാഷയിലെ നിയമമാണ് നഹീന്റെ സിയാഖിൽ നക്കിറ വന്നാൽ അത് ആമിനെ അല്ലെങ്കിൽ ഉമൂമിനെ അറിയിക്കും എന്നുള്ളത്. അപ്പോൾ ഒന്നിനെയും അള്ളാഹുവിൽ പങ്കു ചേർക്കാതിരിക്കുക എന്നുള്ള പൊതുവായിട്ടുള്ള ഈ നഫി വന്നിട്ടുള്ളത് ലാ യസ്തറു മിൻ മുസിറിൻ അലാ മഅസിയത്തിൻ അബദ, ഒരിക്കലും ഈ ഒരു അവസ്ഥ അഥവാ ഒന്നിനെയും പങ്കു ചേർക്കാതിരിക്കുന്ന അവസ്ഥ എന്നുള്ളത് പാപങ്ങളിൽ തുടരുന്ന ഒരാളിൽ നിന്നും ഉണ്ടാവുകയില്ല. അഥവാ പാപങ്ങളിൽ പൂർണ്ണമായും മുഴുകിക്കൊണ്ടിരിക്കുന്ന മുസിറായിക്കൊണ്ടിരിക്കുന്ന ഒരാള് എന്താവുകയില്ല,
ഒന്നിനെയും അള്ളാഹുവിൽ പങ്കു ചേർക്കാത്ത ഒരാളായി അതിന്റെ ആ പരിപൂർണതയിൽ എത്തുകയില്ല. ولا يمكن مدمن الكبيرة والمصر على الصغيرة أن يصفو له التوحيد حتى لا يشرك بالله شيئا. വൻപാപത്തിൽ മുഴുകിപ്പോയിട്ടുള്ള ചെറുപാപത്തിൽ തുടർന്നുകൊണ്ടേയിരിക്കുന്ന ഒരുവന് ഒരിക്കലും അവന്റെ തൗഹീദ് ഏറ്റവും പരിശുദ്ധമായ അവസ്ഥയിൽ ആക്കാൻ സാധിക്കുകയില്ല. ഹത്താ ലാ യുശ്രിക ബില്ലാഹി ഷൈആ, ഒന്നിനെയും അല്ലാഹുവിൽ പങ്കു ചേർക്കാതിരിക്കുന്നത് വരെ. അഥവാ വൻപാപത്തിൽ മുഴുകുന്ന ഒരുവൻ, ചെറുപാപത്തിൽ തുടരെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുവൻ, അവനൊരിക്കലും തൗഹീദ് സാക്ഷാത്കരിക്കുന്ന ഒന്നിനെയും അല്ലാഹുവിൽ പങ്കു ചേർക്കാത്ത ഒരാളായിട്ട് മാറാൻ സാധിക്കുകയില്ല. ഹാദാ മിൻ അഅ്ളമിൽ മുഹാൽ, അങ്ങനെ ആവുക എന്നുള്ളത് അസംഭവ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഏത് പാപങ്ങളിൽ മുഴുകുകയും ചെറുപാപങ്ങളിൽ മുഴുകുകയും തൗഹീദ് സാക്ഷാത്കരിച്ചവനാവുകയും ചെയ്യുക എന്നുള്ളത് ഒരേ സമയമാവുക എന്നുള്ളത് അസംഭവ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. വലാ യൽതഫിതു ഇലാ ജദലിയിൻ ലാ ഹബ്ബ ലഹു ഫീ അഅമാലിൽ ഖുലൂബ്, ഇനി വിഷയത്തിൽ തർക്കിക്കുന്ന ഒരുത്തന് വലാ യുൽതഫതു ഇലാ ജദലിയിൻ ലാ ഹബ്ബ ലഹു ഫീ അഅമാലിൽ ഖുലൂബ്, ഈ വിഷയത്തിൽ തർക്കിക്കുന്ന ഒരുവന് ഒരു പരിഗണനയും നൽകേണ്ടതില്ല, അവനെ പരിഗണിക്കേ വേണ്ട. കാരണം അവന് എന്തില്ല, കൽബിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഒന്നും അറിയുകയില്ല. ബൽ ഖൽബുഹു കൽ ഹജ്രി ഔ അഖ്സാ, അവന്റെ കൽബ് കല്ല് പോലെയോ അല്ലെങ്കിൽ അതിനേക്കാൾ കടുത്തുകൊണ്ട് മാത്രമാണ് ഈ വിഷയത്തിൽ അവൻ തർക്കിക്കാൻ വരുന്നത്. ഏത് വിഷയത്തിൽ? പാപങ്ങളിൽ മുഴുകുന്നവൻ തൗഹീദ് സാക്ഷാത്കരിച്ചവനാണ് എന്ന നിലക്ക് സംസാരിക്കുന്നവൻ. യഖൂലു വമൽ മാനി വമാ വജ്ഹുൽ ഇഹാല, അവൻ ചോദിക്കുന്നു എന്താണ് ഇപ്പോൾ തടസ്സം? പാപം ചെയ്തിട്ട് ഒരാൾ തൗഹീദ് സാക്ഷാത്കരിക്കുന്നതിന് എന്താണ് തടസ്സം? അതുപോലെ തന്നെ പാപം ചെയ്തിട്ട് പിന്നെ ഒരാൾ തൗഹീദ് ഒരു ശിർക്കിന്റെ ഒരു അംശവും ഇല്ലാത്തവനാകാൻ എന്താണ് തടസ്സം? എന്താണ് വജ്ഹുൽ ഇഹാല, എന്തുകൊണ്ടാണ് അത് അസംഭവ്യമാകുന്നത് എന്ന് തർക്കിക്കുന്നവന്റെ ആ തർക്കത്തിന് ഒരു പരിഗണനയും കൊടുക്കേണ്ട ആവശ്യമില്ല. അവന്റെ കൽബിന് കസ്വത്ത് ബാധിച്ചുകൊണ്ടാണ് ആ തർക്കത്തിന് അവൻ ഒരുങ്ങുന്നത്. എന്നൊരു ഇബ്നു ഖയ്യിം പറയുകയാണ്, ഫദഅ ഹാദൽ ഖൽബൽ മഫ്തൂന ബിജദലിഹി വജഹ്ലിഹി, ഈ കൽബ് ഫിത്നയിലകപ്പെട്ട, അവന്റെ തർക്കം കൊണ്ടും അറിവില്ലായ്മ കൊണ്ടും ഫിത്നയിലകപ്പെട്ട ഇവന്റെ വിട്ടേക്കുക, അവനെ ഒഴിവാക്കിയേക്കുക. വഅലം, നീ മനസ്സിലാക്കുക എന്നിട്ട്, അന്നൽ ഇസ്റാർ അലൽ മഅസിയതി യൂജിബു മിൻ ഖൗഫിൽ ഖൽബി മിൻ ഗൈരില്ലാ വറജാഇഹി ലിഗൈരില്ലാ. അന്നൽ ഇസ്റാർ അലൽ മഅസിയ, ഒരാൾ പാപത്തിൽ തുടരെ മുഴുകുന്നു എങ്കിൽ, തുടർന്നുകൊണ്ടേയിരിക്കുന്നു എങ്കിൽ, യൂജിബു മിൻ ഖൗഫിൽ ഖൽബി മിൻ ഗൈരില്ലാഹി വറജാഇഹി ലിഗൈരില്ലാ, അവൻ എന്താകുന്നു? അവന് നിർബന്ധമായും ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണെന്ത്? അല്ലാഹുവിലല്ലാതെ, അല്ലാഹു അല്ലാത്ത വേറൊന്നിനെ ഭയപ്പെടുകയും അതുപോലെ അല്ലാഹു അല്ലാതെ മറ്റൊന്നിലും പ്രതീക്ഷ വെക്കുകയും ചെയ്യുക എന്നുള്ളത്. അതായത് ഒരാൾ ഒരു പാപത്തിൽ മുഴുകുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ അവൻ ആ പാപത്തിൽ തുടരെ മുഴുകുന്നുണ്ട് എങ്കിൽ അവൻ എന്താണ് അവന്റെ അവസ്ഥ? അവൻ ആ പാപത്തിൽ ആരും കാണില്ല എന്ന നിലക്ക്, അല്ലെങ്കിൽ ആരും ഇത് അറിയില്ല എന്ന നിലക്ക്, അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ ഈ പാപം ചെയ്യുന്ന അവസരം നഷ്ടപ്പെടുമോ എന്നുള്ള പേടി, അല്ലെങ്കിൽ അതിനോടുള്ള ഇഷ്ടം, അതൊക്കെ ഉണ്ടാകും. അതിൽ വഹുബ്ബിഹി ലിഗൈരില്ലാ, അല്ലാഹു അല്ലാതെ മറ്റൊന്നിനോടുള്ള ഇഷ്ടമായിരിക്കും. ഇപ്പൊ ഒരു പാപം ചെയ്യുമ്പോൾ അവന് സ്വാഭാവികമായിട്ടും ആ പാപത്തിൽ മുഴുകുന്നവൻ, മുസിറിനെ പറ്റിയിട്ടാണ്. എപ്പോഴെങ്കിലും പാപം സംഭവിച്ച് അപ്പൊ തന്നെ പശ്ചാത്തപിച്ച് മടങ്ങുന്ന ഒരാളെ പറ്റിയിട്ടല്ല. പാപത്തിൽ തുടരെ മുഴുകിക്കൊണ്ടേയിരിക്കുന്ന ഒരുവന്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ യഥാർത്ഥത്തിൽ അവന്റെ കൽബിൽ അല്ലാഹു അല്ലാത്ത മറ്റൊന്നിലും പ്രതീക്ഷയും മറ്റൊന്നിനോട് ഇഷ്ടവും മറ്റൊന്നിനോട് ഭയവും എല്ലാം ഉണ്ടാകുന്ന അവസ്ഥയാണ്. വദുല്ലിഹി ലിഗൈരില്ലാ, അല്ലാഹു അല്ലാത്ത മറ്റൊന്നിനു മുമ്പിൽ താഴ്മ കാണിക്കുന്ന, വിധേയത്വം കാണിക്കുന്ന അവസ്ഥയുണ്ടാവും. വതവക്കുലിഹി അലാ ഗൈരില്ലാഹി മാ യസീറു ബിഹി മുൻഗമിസൻ ഫീ ബിഹാരി ശിർക്ക്, അല്ലാഹു അല്ലാതെ മറ്റൊന്നിനെ ആശ്രയിക്കുന്ന അവസ്ഥ. കാരണം അവന്റെ കൽബ് ഒരിക്കലും അല്ലാഹു മാത്രം എന്നതിൽ നിൽക്കുകയില്ല, മറ്റൊന്നിലേക്ക് ചായ്ഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെ അവൻ ശിർക്കിന്റെ കടലിൽ അവൻ മുങ്ങിത്താഴുന്ന അവസ്ഥയാണ് അവന് ഉണ്ടാവുക. അപ്പോൾ എങ്ങനെയാണ് ഒരാൾ പാപത്തിൽ മുഴുകിക്കൊണ്ട് തുടരെ പാപം ചെയ്തുകൊണ്ട് അവന് തൗഹീദ് സാക്ഷാത്കരിക്കാൻ സാധിക്കുക, അല്ലെങ്കിൽ ശിർക്കിന്റെ ഒരു അംശവും ഇല്ലാതിരിക്കാൻ സാധിക്കുക? ഈ ഒരു വിഷയം ഗൗരവത്തിൽ, അഥവാ സലഫുകൾ പറഞ്ഞൊരു വാക്കാണ്, ഏതൊരു പാപം ചെയ്യുന്നവനും അവൻ ശിർക്കിന്റെ ഒരു ഭാഗമാണ് ചെയ്യുന്നത് എന്ന നിലക്ക് പറഞ്ഞ വാക്കുകൾ കാണാം. നമ്മൾ മുമ്പ് ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുള്ളയുടെ ശർഹ് കലിമത്തുൽ ഇഖ്ലാസ് എന്നുള്ള റിസാല വായിച്ചപ്പോൾ ഈ ഒരു മസ്അല വിശാലമായി ചർച്ച ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു പാപം ശിർക്കിന്റെ അംശമാണെന്ന് സലഫുകൾ പറയാനുള്ള കാരണം? അഫറഅയ്ത മൻ ഇത്തഖദ ഇലാഹു ഹവാ എന്ന ആയത്ത്, അഥവാ നീ കണ്ടില്ലേ അള്ളാഹുവിന് പുറമെ തന്റെ ഇച്ഛയെ ഇലാഹാക്കിയവനെ നീ കണ്ടില്ലേ എന്നുള്ള ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരാൾ ഏതൊരു പാപം ചെയ്യുമ്പോഴും അവൻ അവന്റെ ഹവയെ പിൻപറ്റുന്നതുകൊണ്ടാണ് അത്. അപ്പോൾ അള്ളാഹു തആല ഈ ആയത്തിൽ പറഞ്ഞത് ഇലാഹു ഹവ എന്നാണ്.
അവനവന്റെ ഇലാഹാക്കി എന്നുള്ള അർത്ഥത്തിലാണ് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം വളരെ ഗൗരവത്തിലുള്ളതാണ്. ആ വിഷയം കൂടുതൽ ആ ദർസിൽ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. ഇബ്നു ഖയ്യിം തുടർന്ന് പറയുകയാണ്, വൽ ഹാകിമു ഫീ ഹാദാ മാ യഅലമുഹുൽ ഇൻസാനു മിൻ നഫ്സിഹി ഇൻ കാന ലഹു അഖ്ലുൻ. ഈ വിഷയത്തിലുള്ള കാര്യം, അല്ലെങ്കിൽ ഇതെന്താണ്, ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്, ആ പാപത്തിൽ തുടരെ മുഴുകുന്നവൻ, പാപത്തിൽ മുഴുകിപ്പോകുന്നവൻ, അതിന് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അതിനുള്ള തെളിവായിക്കൊണ്ട് അവന്റെ സ്വന്തം തന്നെ നോക്കിയാൽ മതി. അവന്റെ സ്വന്തത്തിൽ തന്നെ പാപം ചെയ്യുന്ന സമയത്ത് നോക്കിയാൽ മതി അവന്റെ അവസ്ഥ എന്താണ്. വൈൻകാന ലഹു അഖ്ലുൻ, ബുദ്ധിയുണ്ട് എങ്കിൽ ബുദ്ധിയുള്ള ഒരുവന് അത് മനസ്സിലാക്കാൻ സാധിക്കും. فإن ذل المعصية لا بد أن يقوم بالقلب فيورثه خوفا من غير الله. തീർച്ച മഅസിയത്ത് കൊണ്ടുള്ള നിന്ദ്യത ഒരാൾക്ക് ഉണ്ടാകുന്നത്, മഅസിയത്ത് പാപം ചെയ്യുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ആ നിന്ദ്യത, അത് യഥാർത്ഥത്തിൽ അയ്യഖൂമ ബിൽ ഖൽബി ഫയൂരിസഹു ഖൗഫൻ മിൻ ഗൈരില്ലാ, അല്ലാഹു അല്ലാത്ത മറ്റൊരാളോടുള്ള ഭയം അതുണ്ടാക്കും. ഉറപ്പാണ്, പാപം ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അല്ലാഹു അല്ലാതെ മറ്റുള്ള സൃഷ്ടികളെയും പലതിനെയും സൽഫുകൾ പറഞ്ഞതുപോലെ സ്വന്തം വീട്ടിലെ മൃഗങ്ങളെ പോലെ, എലിയെ വരെ ഭയപ്പെടുന്ന, സ്വന്തം നിഴലിനെ പോലും ഭയപ്പെടുന്ന അവസ്ഥയുണ്ടാകും. അല്ലാഹു അല്ലാത്ത മറ്റെല്ലാത്തിനെയും ഭയപ്പെടുന്ന അവസ്ഥയാണ് പാപം ചെയ്യുന്നതിലൂടെ ഉണ്ടാവുക. വദാലിക ശിർക്കുൻ, അങ്ങനെ എല്ലാത്തിനെയും ഭയപ്പെടുന്ന, അല്ലാഹു അല്ലാത്ത എല്ലാത്തിനെയും ഭയപ്പെടേണ്ടി വരുന്ന അവസ്ഥ അത് ശിർക്കിന്റെ ഭാഗമാണ്. വയൂരിസഹു മഹബ്ബത്തൻ ലിഗൈരില്ലാ, അതുപോലെ തന്നെ പാപത്തിൽ മുഴുകുക എന്നുള്ളത് അല്ലാഹു അല്ലാത്ത മറ്റൊന്നിനോടും അല്ലെങ്കിൽ അല്ലാഹുവിന് വേണ്ടി അല്ലാതെ മറ്റൊന്നിനോടും എല്ലാമുള്ള ഇഷ്ടമുണ്ടാക്കും. ഒരാൾ ഒരു പാപം ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട പലതിനോടുമുള്ള ഇഷ്ടമുണ്ടാക്കും. അതുപോലെ തന്നെ ഇസ്തിആനതൻ ബിഗൈരിഹി ഫിൽ അസ്ബാബില്ലതി തൂസിലു ഇലാ ഗറദിഹി, അതുപോലെ തന്നെ അവൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്താണോ, അവൻ ഇച്ഛിക്കുന്ന കാര്യങ്ങൾ എന്താണോ, അത് നേടിയെടുക്കാനുള്ള കാരണങ്ങളിലേക്ക്, ആ കാരണങ്ങളെ സ്വീകരിക്കാൻ അല്ലാഹു അല്ലാതെ മറ്റൊന്നിലേക്ക് സഹായം തേടുന്ന അവസ്ഥയുണ്ടാവും. അതായത് അല്ലാഹുവിനോട് സഹായം തേടുന്നതിനെ പറ്റുള്ളൂ, നല്ല കാര്യങ്ങൾക്കേ പറ്റുള്ളൂ. ഇപ്പൊ കള്ളുടിക്കാൻ, വ്യഭിചരിക്കാൻ അല്ലാഹുവിനോട് സഹായം ചോദിക്കാൻ പറ്റൂല, സഹായം തേടാൻ പറ്റൂല. പക്ഷെ മറ്റു പല രീതിയിലും അത് ചെയ്യേണ്ടി വരും. അതങ്ങനെ ശിർക്കിന്റെ ഭാഗത്തിലേക്ക് കടക്കും. ഫയകൂനു അമലുഹു ലാ ബില്ലാഹി വലാ ലഹു, അങ്ങനെ അവൻ ചെയ്യുന്ന കർമ്മം അള്ളാഹുവിനെ കൊണ്ടാവൂല, അള്ളാഹുവിന് വേണ്ടിയാവൂല. അള്ളാഹുവിനെ കൊണ്ട് എന്ന് പറഞ്ഞാൽ ഇയ്യാക നസ്തഈൻ, അള്ളാഹുവിനോട് സഹായം ചോദിച്ചോ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഒന്നും ആവൂല. വലാ ലഹു, അള്ളാഹുവിന് വേണ്ടിയാവില്ല. ഇയ്യാക നഅ്ബുദു, അള്ളാഹുവിന് വേണ്ടി ഇഖ്ലാസോട് കൂടി ആവില്ല. അപ്പൊ രണ്ടും ഉണ്ടാവില്ല. ഇയ്യാക നഅ്ബുദു ഉണ്ടാവില്ല, ഇയ്യാക നസ്തഈൻ ഉണ്ടാവില്ല. വഹാദാ ഹഖീഖത്തു ശിർക്ക്, അതാണ് ഷിർക്കിന്റെ ഹഖീഖത്ത് എന്ന് പറയുന്നത്. അതാണ് ഷിർക്കിന്റെ യാഥാർത്ഥ്യം. അതായത് പാപത്തിൽ മുഴുകുക എന്നുള്ളത്, പാപത്തിൽ തുടരുക എന്നുള്ളത്, അങ്ങനെ വൻപാപമാവട്ടെ ചെറുപാപമാവട്ടെ, അങ്ങനെയുള്ള ഒരാൾക്ക് ഒരിക്കലും എന്താകാൻ സാധിക്കില്ല, തൗഹീദ് സാക്ഷാത്കരിക്കുന്നവനാവാൻ, ആ പാപത്തിൽ മുഴുകുന്ന അവസ്ഥയിലായിക്കൊണ്ട് തൗഹീദ് സാക്ഷാത്കരിക്കാൻ സാധിക്കുകയില്ല. ഏതെങ്കിലും നിലയിൽ ഷിർക്കിന്റെ ഒരു ഭാഗം, അതിന് അമാലുൽ ഖൽബ് കൊണ്ട്, ബാഹ്യമായിട്ടല്ലെങ്കിലും ഖൽബിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഷിർക്കിന്റെ ഒരു ഓഹരി അവനിൽ വന്നു ചേരും. വൽ മഖ്സൂദ് എന്നിട്ട് പറയാം, അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് എന്താണ്, അതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം, അന്നമൻ ലം യുശ്രിക് ബില്ലാഹി ഷൈഅൻ യസ്തഹീലു അൻ യൽഖ അല്ലാഹ ബിഖുറാബിൽ അർളി ഖതായ മുസിറൻ അലൈഹാ ഗൈറ തായിബിൻ മിൻഹാ. അന്നമൻ ലം യുശ്രിക് ബില്ലാഹി ഷൈഅൻ, അതായത് അതിന്റെ യഥാർത്ഥ ഉദ്ദേശം, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ച ഹദീസിന്റെ, അല്ലാഹു തആല പറഞ്ഞ ഖുദ്സിയായ ഹദീസിന്റെ ആശയത്തിൽ പറഞ്ഞ അർത്ഥം, അള്ളാഹുവിൽ ഒന്നിനെയും പങ്കു ചേർക്കാത്ത, ശ്രദ്ധിക്കണം, ഒന്നിനെയും, ഷൈഅൻ ഒരു വസ്തുവോ വ്യക്തിയോ ഒന്നിനെയും പങ്കു ചേർക്കാത്ത ഒരുവൻ, യസ്തഹീലു അൻ യൽഖ അല്ലാഹ ബിഖുറാബിൽ അർളി ഖതായ, അങ്ങനെയുള്ള ഒരുവൻ ഭൂമിയോളം പാപങ്ങളുമായി അള്ളാഹുവിനെ കണ്ടുമുട്ടുക എന്നുള്ളത് അസംഭവ്യമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഒരു കാര്യം സംഭവിക്കുകയില്ല. ഖതായ മുസിറൻ അലൈഹ ഗൈറ തായിബിൻ മിൻഹ, എങ്ങനെയുള്ള അവസ്ഥയിൽ, പാപത്തിൽ തുടർന്നുകൊണ്ടേയിരിക്കുക, പാപത്തിൽ മുഴുകിക്കൊണ്ടേയിരിക്കുക, തൗബയുടെ ഒരു അംശം പോലും ഇല്ലാതെ പാപത്തിൽ തുടർന്നുകൊണ്ടേയിരിക്കുന്ന അവസ്ഥയിൽ ഭൂമി നിറയെ പാപവുമായിട്ട് അള്ളാഹുവിൽ ഒന്നിനെയും പങ്കു ചേർക്കാത്ത ഒരുവൻ വന്നുമുട്ടുകയില്ല. മഅ കമാലി തൗഹീദിഹി അല്ലദീ ഹുവ ഗായത്തുൽ ഹബ്ബി വൽ ഖുദൂഅ, തൗഹീദിന്റെ പൂർത്തീകരണം എന്ന് പറഞ്ഞാൽ എന്താണ് തൗഹീദ് പറഞ്ഞാൽ? ഗായത്തുൽ ഹബ്ബി വൽ ഖുദൂഅ, അങ്ങേയറ്റത്തെ ഇഷ്ടവും അങ്ങേയറ്റത്തെ താഴ്മയും വിധേയത്വവുമാണ്. അപ്പൊ അത് തെളിയിച്ചുകൊണ്ട്, അത് പൂർത്തീകരിച്ചുകൊണ്ട് ഒരുവൻ പാപങ്ങളുമായിട്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടുക, അല്ലെങ്കിൽ തുടരെ പാപങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടുക എന്നുള്ളത് അസംഭവ്യമാണ്. വൽ ഖൗഫി വർ റജാഇ റബ്ബി തആല, അതുപോലെ തന്നെ ഭയവും, അള്ളാഹുവിനുള്ള ഭയവും പ്രതീക്ഷയും വെച്ചുകൊണ്ട്
അങ്ങനെ പാപങ്ങളുമായി കണ്ടുമുട്ടുക എന്നുള്ളത് അസംഭവ്യമാണ്. എന്നിട്ട് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ് വഹാഹുന, ഇവിടെ അംറുൻ യൻബഗി അത്തഫത്തുൻ ലഹു, വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. വഹുവ അന്നൽ കബീറത ഖദ് യഖ്തരിനു ബിഹാ മിനൽ ഹയാഇ വൽ ഖൗഫ്, അതായത് ചിലപ്പോഴെല്ലാം വൻപാപങ്ങൾ എന്നുള്ളത് വൻപാപമായിട്ടുള്ള ഒരു കാര്യം ചിലപ്പോ ലജ്ജയും ഭയവും ഉള്ള അവസ്ഥയിൽ ഉണ്ടാകും. അതായത് ഒരാൾ വൻപാപം ചെയ്യുന്ന ഒരാളായിരിക്കും, പക്ഷെ അയാൾക്ക് ആ പാപം ചെയ്യുന്നതിൽ ലജ്ജയുണ്ടാകും, അല്ലെങ്കിൽ ആ പാപം ചെയ്യുന്നതിൽ ഒരു ഭയമുണ്ടാകും, അത് ഗൗരവമുള്ള ഒരു കാര്യമാണ് ബോധമൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ഞാൻ ചെയ്യുന്നത് വലിയൊരു കുറ്റമാണ് എന്നുള്ള ഒരു ബോധവും ഭയവും എല്ലാം വൻപാപം ചെയ്യുന്നുണ്ടാകും, പക്ഷെ ഉള്ളില് അത് ഞാൻ ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ള ഒരു ലജ്ജയും അതിനെ തൊട്ടൊരു ഭയവും അതിനെ ഗൗരവത്തോട് കാണുന്ന ഒരു അവസ്ഥയുണ്ടാവും. അങ്ങനെ ഉണ്ടാകുമ്പോൾ ആ കാര്യം അമല് കൊണ്ട് ജവാരിഹ് അഥവാ അവയവങ്ങൾ കൊണ്ടുള്ള കർമ്മം കൊണ്ട് വൻപാപമാണെങ്കിലും കൽബിൽ ഈ ഒരു ആശയം വന്നതുകൊണ്ട് അത് വായുൽഹിഖ്ഹാ ബിസ്സഗായിർ, ചെറുപാപത്തിലേക്ക് ചേർക്കപ്പെടുന്ന അവസ്ഥയുണ്ടാവും. വഖദ് യഖ്തരിനു ബിസ്സഗീറതി മിൻ ഖില്ലത്തിൽ ഹയാ, ഇനി ചില സന്ദർഭങ്ങളിൽ ചെറുപാപങ്ങൾ അത് ലജ്ജയില്ലാത്ത, വഅദമിൽ മുബാലാത്തി അതിനൊരു ഗൗരവം കൊടുക്കാത്ത, വതർക്കിൽ ഖൗഫി ഒരു ഭയവുമില്ലാത്ത അവസ്ഥയിൽ, വലിസ്തിഹാനത്തി ബിഹാ അതുപോലെ അതിനെ പുച്ഛത്തോടു കൂടിയാണ്, ചെറിയ പാപമല്ല അന്ന് കുഴപ്പമില്ല എന്ന നിലക്ക് പുച്ഛത്തോടു കൂടിയ അവസ്ഥ ഉണ്ടാവും. മായുൽഹിഖുഹാ ബിൽ കബായിർ, അത് വൻപാപത്തിലേക്ക് ചേർക്കപ്പെടുകയും ചെയ്യും. ബലിയജ്അലുഹാ ഫി അഅ്ലാ റുതബിഹാ, മാത്രമല്ല അത് അതിനേക്കാൾ ഉന്നതമായ ഒരു അവസ്ഥയിൽ അതിനെ എണ്ണുന്ന അവസ്ഥയുണ്ടാകും. അതായത് വൻപാപം ബാഹ്യമായി ചെയ്യുന്ന ഒരാളാണെങ്കിലും അവന്റെ ഉള്ളിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയവും ഞാൻ ചെയ്യുന്നത് ഗൗരവമുള്ള തെറ്റാണെന്നുള്ള ബോധവും അതുപോലെ തന്നെ ലജ്ജയും എല്ലാം ഉണ്ടാകും, അവന്റെ കൽബിലുണ്ടാകും. അതുകൊണ്ട് അവൻ ചെയ്ത പാപം ചെറുപാപങ്ങളിലേക്ക് ചേർക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകാം. ഇനി ചെറുപാപം ചെയ്യുന്നവൻ പാപം ചെറുതായിരിക്കും, പക്ഷേ അവൻ അതിനെ വില കുറച്ചുകൊണ്ട് അതിനൊരു ലജ്ജയുമില്ല, അതിനൊരു പുച്ഛത്തോടു കൂടി അത് ചെറിയ കാര്യമില്ല എന്ന നിലക്കൊക്കെ അതിനെ വില കുറച്ച് കൽബിൽ കണ്ടുകൊണ്ട് അത് വൻപാപത്തിലേക്കോ അതിനേക്കാൾ ഗൗരവത്തിലേക്കോ ചേർക്കപ്പെട്ടേക്കാം എന്നൊരു പറയാണ്. വഹാദാ അംറുൻ മർജിഉഹു ഇലാ മാ യഖൂമു ബിൽ ഖൽബ്, ഈ കാര്യം മടങ്ങുന്നത് ഏതിലേക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഖൽബിന്റെ അവസ്ഥ എന്താണോ അതിലേക്കാണ് മടങ്ങുന്നത്. എന്താണ് അവന്റെ ഖൽബിന്റെ അവസ്ഥ, അതനുസരിച്ചിട്ടാണ് ഈ കാര്യം മടങ്ങുക. അഥവാ വൻപാപം ചെറുപാപത്തിലേക്ക് ചേർക്കപ്പെടുന്നതും ചെറുപാപം വൻപാപത്തിലേക്ക് ചേർക്കപ്പെടുന്നതും അവന്റെ ഖൽബിന്റെ അവസ്ഥയെ പരിഗണിച്ചുകൊണ്ടാണ്. വഹുവ ഖദ്റുൻ സായിദുൻ അലാ മുജറദിൽ ഫിഅൽ, അത് ആ പ്രവർത്തനത്തിനേക്കാളും ആ പ്രവർത്തനം ആ ബാഹ്യമായിട്ടുള്ള പ്രവർത്തനത്തിനേക്കാളും അതിന്റെ അളവിനെ അതിന്റെ ഗൗരവത്തെ കൂട്ടുന്നതും കുറക്കുന്നതുമായിട്ടുള്ള കാര്യമാണ്. വൽ ഇൻസാനു യഅരിഫു ദാലിക മിൻ നഫ്സിഹി വഗൈരിഹി, മനുഷ്യന് അവന്റെ സ്വന്തത്തിലും മറ്റുള്ളവരുടെ അവസ്ഥയിലുമെല്ലാം ഈ കാര്യം ബോധ്യപ്പെടുന്നതാണ്, മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് എന്ന് പറയുകയാണ്. അപ്പോൾ വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് പാപം ചെയ്യുമ്പോഴുള്ള കൽബിന്റെ അവസ്ഥ എന്നിട്ട് പറയുകയാണ്. വൈവൻ, ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഫൈനഹു യുഅഫാ ലിൽ മുഹിബ്ബി, അതുകൊണ്ടാണ് ചിലപ്പോഴെല്ലാം അള്ളാഹുവിനോട് അങ്ങേയറ്റം ഇഷ്ടമുള്ള ആള് അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടാകും, പക്ഷെ അവന് പൊറുക്കപ്പെടാൻ അല്ലെങ്കിൽ അത് ആ പൊറുക്കപ്പെടലിന് അഫു ലഭിക്കാൻ കാരണമാകും. വലി സ്വാഹിബിൽ ഇഹ്സാനിൽ അദീമി, അതുപോലെ തന്നെ ഒരുപാട് നന്മകൾ ചെയ്തിട്ടുള്ള മഹത്തായ നന്മകൾ ചെയ്ത ആൾക്കും പൊറുക്കപ്പെടാൻ, അവൻ വലിയ പാപം ചെയ്തിട്ടുണ്ടാവും പക്ഷെ പൊറുക്കപ്പെടാൻ കാരണമാകും. മാ ലാ യുഅഫാ ലിഗൈരിഹി, മറ്റൊരാൾക്ക് പൊറുക്കപ്പെടാത്ത നിലക്ക്. വയുസാമഹു ബിമാ ലാ യുസാമഹു ബിഹി ഗൈറുഹു, മറ്റൊരാൾക്കും വിട്ടുവീഴ്ച നൽകാത്ത അവസ്ഥയിൽ വിട്ടുവീഴ്ച ലഭിക്കും. ഇത് മനസ്സിലാക്കാൻ രണ്ട് ഉദാഹരണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രത്തിൽ തന്നെ കാണാം. ഇപ്പോൾ ഒന്നാമത് പറഞ്ഞല്ലോ ഫൈനഹു യുഅഫാ ലിൽ മുഹിബ്ബി എന്ന്, അള്ളാഹുവിനോട് അങ്ങേയറ്റം ഇഷ്ടമുള്ള ആളുകൾക്ക് ചിലപ്പോൾ പൊറുക്കപ്പെട്ടേക്കാം. അതിനൊരു ഉദാഹരണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ അബ്ദുള്ള എന്നു പേരുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ആ വ്യക്തി ഹിമാർ എന്നാണ് ആളുകൾ വിളിച്ചിരുന്നത്. ഹിമാർ എന്നാണ് ആളുകൾ ആ വ്യക്തിയെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോ ആ വ്യക്തിയുടെ പ്രത്യേകത, ആ വ്യക്തി തമാശകൾ പറയുന്ന ഒരാളാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുന്നൽക്കാരനാണ്, നല്ല വസ്ത്രങ്ങൾ തുന്നിക്കൊടുക്കും, പക്ഷെ അയാൾ ഇടയ്ക്ക് മദ്യപിക്കും.
അങ്ങനെ മദ്യപിച്ച് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മേലെയുള്ള അല്ലെങ്കിൽ അവിടെയുള്ള ഖിസാസ് നടപ്പിലാക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചാട്ടവാറടി നടപ്പിലാക്കും. പിന്നെ കുറെ കാലം നല്ല രീതിയിൽ നടക്കും. പിന്നെ വീണ്ടും ഇടയ്ക്ക് മദ്യപിക്കും. അങ്ങനെ 2, 3, 4 തവണ ഒരുപാട് തവണയായപ്പോൾ ചാട്ടവാറടി ശിക്ഷ നടപ്പിലാക്കുമ്പോൾ ഒരാൾ അവിടുന്ന് പറയുകയുണ്ടായി, ഇത് നടപ്പിലാക്കി കാണുമ്പോൾ ഒരാൾ അവിടുന്ന് പറയുകയുണ്ടായി, അള്ളാഹുവിന്റെ ശാപം നിനക്കുണ്ടാവട്ടെ, നീ എത്ര തവണയാണ് ഇതിങ്ങനെ ഈ അവസ്ഥയിൽ വരുന്നതെന്ന് പറഞ്ഞു. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പറഞ്ഞ വ്യക്തിയോട് പറഞ്ഞു, നീ അങ്ങനെ പറയരുത്, അവൻ അള്ളാഹുവിനോടും റസൂലിനോടും ഇഷ്ടമുള്ളവനാണ്. പക്ഷെ അവന്റെ ബാഹ്യമായ കർമ്മം അവിടെ ഉണ്ടായിട്ടും അവന്റെ ഖൽബിലെ ഇഷ്ടത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിഗണിച്ചിട്ടുണ്ട്, അതെടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതാണ് അവർ പറഞ്ഞത് യുഫാലിൽ മുഹിബ്ബി, ചിലപ്പോൾ ആ ഖൽബിന്റെ ഉള്ള ആ അവസ്ഥ കൊണ്ട് അവന് പൊറുക്കപ്പെട്ടേക്കാം. വലിസാഹിബിൽ ഇഹ്സാനിൽ അദീം, അതുപോലെ മഹത്തായ വലിയ നന്മകൾ ചെയ്ത ആളുകൾക്കും അവർ ചെയ്ത പാപങ്ങൾ ഗൗരവമുള്ളതാണെങ്കിലും പൊറുക്കപ്പെട്ടേക്കാം. അതിന് ഉദാഹരണമാണ് ഹാത്തിം ഇബ്നു അബീ ബൽത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കം ഫത്ഹിന് വേണ്ടി പോകാൻ ഒരുങ്ങുന്ന സമയത്ത് ഹാത്തിം റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? മക്കയിലെ മുശ്രിക്കീങ്ങൾക്ക്, അദ്ദേഹം ഉദ്ദേശിച്ചത് അദ്ദേഹത്തിന് അവിടെ ആരുമില്ല, കുടുംബക്കാരായിട്ട് ആരുമില്ല, അപ്പൊ തനിക്ക് വേണ്ടപ്പെട്ട ആരുമില്ല, അപ്പൊ തന്റെ കുടുംബക്കാരെ ഉപദ്രവിക്കരുത് എന്ന നിലക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ വരുന്നുണ്ട് പറഞ്ഞ് കത്തെഴുതി. അങ്ങനെ അത് വഹീന്റെ അടിസ്ഥാനത്തിൽ ആ കത്ത് വഴിയിൽ വെച്ച് പിടിക്കുകയും തിരിച്ചുകൊണ്ടുവരികയൊക്കെ ചെയ്തപ്പോ ഉമർ റളിയല്ലാഹു അൻഹു മറ്റും ചോദിക്കുന്നുണ്ട്, കാരണം വലിയ കുറ്റാണ് ചെയ്തിട്ടുള്ളത്, വധിച്ചു കളയട്ടെ ചോദിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പറഞ്ഞ മറുപടി, ബദറിൽ പങ്കെടുത്തവനാണ് ഹാത്തിബ്, ബദറിൽ പങ്കെടുത്തവനാണ് ഹാത്തിബ് റളിയല്ലാഹു അൻഹു, അതുകൊണ്ട് തന്നെ പിന്നെ അല്ലാഹു തആല പുറത്തു കൊടുത്തിട്ടുള്ളതാണ്. അപ്പൊ അത്രയും വലിയൊരു നന്മയാണ് ബദർ യുദ്ധത്തിന് പങ്കെടുത്തു എന്നുള്ളത്. അതുകൊണ്ട് വലിയൊരു കുറ്റം ചെയ്തിട്ടും അത് എന്ത് ചെയ്തു? പുറത്തു കൊടുക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതാണ് പറഞ്ഞത് മാലാ യുഅഫാ ലി ഗൈരിഹി, മറ്റൊരാൾക്കും പൊറുക്കപ്പെടാത്ത നിലക്കും, വയുസാമഹു ബിമാലാ യുസാമഹു ബിഹി ഗൈറുഹു, മറ്റൊരാൾക്കും നൽകാത്ത വിട്ടുവീഴ്ചയും ഈ ഖൽബിന്റെ അവസ്ഥ കൊണ്ട് അല്ലെങ്കിൽ ചെയ്ത വലിയ നന്മ കൊണ്ട് ലഭിച്ചേക്കാം. അവിടെ പറഞ്ഞ ഈ ഒരു ഭാഗത്തിന്റെ ആകത്തുക പാപങ്ങൾ 2 തരത്തിലുണ്ട്. വൻപാപങ്ങളും ചെറുപാപങ്ങളും എന്ന നിലക്ക് 2 രീതിയിൽ പാപങ്ങളുണ്ട്. അതിനെ ഖുർആനും ഹദീസും കൊണ്ട് വേർതിരിച്ചിട്ടുണ്ട്. വൻപാപങ്ങൾ ചെറുപാപങ്ങളിലേക്കും ചെറുപാപങ്ങൾ വൻപാപങ്ങളിലേക്കും ചേർക്കപ്പെടുന്ന സാഹചര്യവും അവസ്ഥയുമുണ്ട്. അതെങ്ങനെയാണ് അത് മാറുന്നത്, എന്താണ് അതിന് മാറാനുള്ള കാരണം എന്നുള്ളതാണ് സൂചിപ്പിച്ചത്. അടുത്തത് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അല്ലെങ്കിൽ ഇക്സീർ എന്നുള്ള ഈ കിതാബിൽ കൊടുക്കുന്ന വിഷയം, അടുത്ത ചർച്ച ഫദ്ലു ലാ ഇലാഹ ഇല്ലല്ലാഹ് വമാ യഖഉ ഫിൽ ഖൽബി മിൻഹാ. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഫദ്ലും അതുപോലെ തന്നെ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് ഖൽബിൽ ഉണ്ടാകുന്ന കാര്യവുമാണ് ഇവിടെ അടുത്ത് പരാമർശിക്കുന്നത്. വനസീദുഹാ ഹുനാ ഇബാഹൻ ലിഇദമി ഹാദൽ മഖാം വശിദ്ദത്തിൽ ഹാജതി ഇലൈഹി. എന്നിട്ട് ഇവിടെ പറയാണ് വനസീദുഹാ ഹുനാ ഇബാഹൻ, ഇവിടെ ഒരു വ്യക്തതയ്ക്ക് വേണ്ടി, ഒന്ന് വ്യക്തമാക്കാൻ വേണ്ടി, അതുപോലെ തന്നെ ഈ ഒരു കാര്യത്തിന്റെ ഗൗരവത്തെ അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ തൗഹീദ് സാക്ഷാത്കരിക്കുന്നതിന്റെ ഗൗരവത്തെ അറിയിക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ കൂടി കൂട്ടി പറയുകയാണ്. ഇഅ്ലം, നീ മനസ്സിലാക്കണം, അന്ന അശിഅത ലാ ഇലാഹ ഇല്ലല്ലാഹ് തുബദ്ദിദു മിൻ ദബാബിദ് ദുനൂബി വഗുയൂമിഹാ ബിഖദ്രി ഖുവ്വതി ദാലിക അശ്ശുആഇ വബിഅഫിഹി. ഇഅ്ലം, നീ മനസ്സിലാക്കണം, അന്ന അശിഅത ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ കിരണങ്ങൾ അഥവാ അതിന്റെ പ്രകാശ കിരണങ്ങൾ തുബദ്ദിദു മിൻ ദബാബിദ് ദുനൂബി വഗുയൂമിഹാ, പാപത്തിന്റെ മൂടുപടലങ്ങൾ കൊണ്ടും പാപത്തിന്റെ ആ മേഘ മൂടലുകൾ കൊണ്ടും അത് ചിതറി പോകുന്നതാണ്. അഥവാ അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആ മഹത്വം പാപങ്ങളിലൂടെ തകർന്നു പോകുന്നതാണ്. ബിഖദ്രി ഖുവ്വതി ദാലിക അശ്ശുആഇ വളഅഫിഹി, അതുപോലെ ആ കിരണത്തിന്റെ ശക്തിയും അതുപോലെ തന്നെ അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ശക്തിയും അതിന്റെ ദുർബലതയും പരിഗണിച്ചുകൊണ്ട് എന്ത് സംഭവിക്കും? പാപങ്ങൾ കാരണത്താൽ ആ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രകാശം കെട്ടുപോകുന്ന, കിരണങ്ങൾ കെട്ടുപോകുന്ന അവസ്ഥയുണ്ടാവും. അതിന്റെ ഉദ്ദേശം ലാ ഇലാഹ ഇല്ലല്ലാഹ് ശക്തമാണെങ്കിൽ പാപങ്ങൾ കൊണ്ട് അത് തകരാത്തൊരവസ്ഥ ഉണ്ടാവും, ലാ ഇലാഹ ദുർബലമാണെങ്കിൽ പാപങ്ങൾ കൊണ്ട് അത് തകർന്നു പോകും. എന്തായാലും പാപങ്ങൾക്ക് അതിൽ ചില എന്തുണ്ടാകും, ചില ബാധിക്കുന്ന അവസ്ഥ ഉണ്ടാകും എന്നാണ് പറയുന്നത്. ومنها من نورها في قلبه كالكوكب الدجي, അതിൽപ്പെട്ടതാണ് അഫനല്ലാഹി ബാക്കി ഫലഹാ നൂറുൻ, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഒരു പ്രകാശമുണ്ട്. വതഫാവുതു അഹ്ലിഹാ ഫീ ദാലിക അൻ-നൂരി ഖുവ്വതൻ വദഅഫൻ, അതുപോലെ തന്നെ ഈ
ഈ പ്രകാശത്തിന്റെ ശക്തിയിലും അതിന്റെ ദുർബലതയിലും ആളുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആളുകൾ വ്യത്യസ്തപ്പെട്ടിരിക്കും. അതായത് എല്ലാവർക്കും ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ ഒരേപോലെ ആയിരിക്കില്ല ശക്തി ഉണ്ടാവുക, വളരും വ്യത്യസ്തമായിരിക്കും. ലാ യുഹ്സീഹി ഇല്ലല്ലാഹു തആല, അല്ലാഹുവിനല്ലാതെ അത് കൃത്യമായി എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കുകയില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വതആലയ്ക്ക് മാത്രമേ ആ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആളുകളുടെ അവസ്ഥ എണ്ണി തിട്ടപ്പെടുത്താനും അല്ലെങ്കിൽ അതിന്റെ ശക്തിയും മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഫമിനൻ നാസി, ജനങ്ങളിലുണ്ട്, മന്നൂറു ഹാദിഹിൽ കലിമത്തി ഫീ ഖൽബിഹി കശംസ്, ഈ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രകാശം സൂര്യനെ പോലെ പ്രകാശിക്കുന്ന ഖൽബുള്ള ആളുകളുണ്ടാകും. വമിൻഹും, ജനങ്ങളിലുണ്ട് മറ്റു ചിലർ, മന്നൂറു ഹാ ഫീ ഖൽബിഹി കൽ കൗകബിദ് ദുരി, അവരുടെ ആ പ്രകാശം എന്നുള്ളത് നക്ഷത്രം പോലെയാവും, വെട്ടിത്തിളങ്ങുന്ന പ്രകാശിക്കുന്ന നക്ഷത്രം പോലെ ആയിരിക്കും. വമിൻഹും, ജനങ്ങളിലുണ്ട്, മന്നൂറുഹാ ഫി ഖൽബിഹി കൽ മിശ്അലിൽ അദീം, മഹത്തായിട്ടുള്ള വലിയ ഒരു, അത് മിശ്അൽ എന്ന് പറഞ്ഞാൽ ഈ ടോർച്ച് പോലെ പണ്ട് കാലത്ത് ഉപയോഗിക്കുമല്ലോ, എന്താ മലയാളത്തിൽ പറയും, ഈ ചൂട്ട് എന്നെന്താ പറയില്ലേ, തീ കത്തിച്ചുകൊണ്ട് പ്രകാശം ഉണ്ടാക്കാൻ. അപ്പൊ അങ്ങനത്തെ വലിയൊരു പ്രകാശം ഉണ്ടാക്കുന്ന പന്തം എന്നെല്ലാം പറയുന്ന പോലെ പ്രകാശം ലഭിക്കുന്ന പോലെ ഉള്ളതുണ്ടാകും. അതായത് സൂര്യനെ താഴെയാണ് നക്ഷത്രം, അതിന് താഴെയാണിത്. വാഹർ, മറ്റു ചിലരുണ്ടാകും, കസിറാജ്, വിളക്ക് പോലെ, അൽ മുബി, പ്രകാശിക്കുന്ന ഒരു വിളക്ക് പോലെ. വാഹർ കസിറാജ് ദഈഫ്, മറ്റു ചിലരുണ്ടാകും ദുർബലമായിട്ടുള്ള ഒരു വിളക്ക് പോലെ, അഥവാ അത്ര പ്രകാശം നൽകാത്ത വിളക്ക് പോലെ. അപ്പോൾ പല ആളുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആളുകൾ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വിഷയത്തിൽ വ്യത്യസ്ത നിലക്കായിരിക്കും ഉണ്ടാവുക, വ്യത്യസ്ത ദർജയിലും വ്യത്യസ്ത അവസ്ഥയിലുമായിരിക്കും ഉണ്ടാവുക. എന്നിട്ട് പറയുകയാണ്, വലിഹാദാ തുബ്ഹറുൽ അൻവാറു യൗമൽ ഖിയാമ ബിഐമാനിഹിം വബൈന ഐദീഹിം അലാ ഹാദൽ മിഖ്ദാർ, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ എത്രത്തോളം അവർ ശക്തരാണോ, എത്രത്തോളം ഈ പ്രകാശം ദുനിയാവിൽ അവർക്കുണ്ടായിട്ടുണ്ടോ, അതിന്റെ അടിസ്ഥാനത്തിലാണ് പരലോകത്ത് അവരുടെ മുൻപിലും പിന്നിലും അവരെ ചുറ്റിപ്പൊതിഞ്ഞുകൊണ്ടും പ്രകാശം ഉണ്ടാവുക. ബിഹസബി മാ ഹുവ ഫീ ഖുലൂബിഹിം മിൻ നൂരി ഹാദിഹിൽ കലിമ, ഏതുപോലെ അവരുടെ ഖൽബിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈ കലിമത്ത് കൊണ്ടുണ്ടായ പ്രകാശം പോലെ, ഇൽമൻ വ അമലൻ, അറിവ് കൊണ്ടും പ്രവർത്തനം കൊണ്ടും, വ മഅരിഫതൻ വ ഹാലൻ, അതിനെ മനസ്സിലാക്കുന്നത് കൊണ്ടും അതിനെ പ്രാവർത്തികമാക്കുന്നത് കൊണ്ടും, അത് ജീവിതത്തിൽ എത്രത്തോളം അത് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും സാധിച്ചു എന്നതിനെ പരിഗണിച്ചുകൊണ്ടാണ് പരലോകത്ത് ഈ പ്രകാശം ലഭിക്കുക. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് ആളുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വിഷയത്തിൽ വ്യത്യസ്തരായിരിക്കും. വകുല്ലമാ അദമ നൂറു ഹാദിഹിൽ കലിമതി വഷ്തദ്ദ, എത്രത്തോളം അല്ലെങ്കിൽ എപ്പോഴെല്ലാം എത്രത്തോളം ഈ കലിമത്തിന്റെ പ്രകാശം മഹത്തരമാകുന്നതോ വലുതാകുന്നുവോ ശക്തിപ്പെടുന്നുവോ, അഹ്റഖ മിന ശുബ്ഹാതി വശഹവാതി ബിഹസ്ബി ഖുവ്വതിഹി വശിദ്ദതിഹി, ആ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രകാശ കിരണങ്ങൾ കാരണത്താൽ ശുബ്ഹത്തുകളും ഷഹവാത്തുകളും, അഥവാ ഈ ലാ ഇലാഹ ബിഹസ്ബി ഖുവ്വതിഹി വശിദ്ദതിഹി, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഖുവ്വത്ത് കൊണ്ടും ശിദ്ദത്ത് കൊണ്ടും അത് എത്രത്തോളം ഉണ്ടോ അതിന്റെ അടിസ്ഥാനത്തിൽ ശുബ്ഹത്തുകളും ഷഹ്വത്തുകളും എന്താകും, കത്തിക്കരിഞ്ഞ് ചാമ്പലായി പോകുന്ന അവസ്ഥയുണ്ടാവും. ശുബ്ഹത്തുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവന്റെ ഇൽമിൽ ഈമാനിൽ സംശയമുണ്ടാക്കുന്ന കാര്യങ്ങൾ, ഷഹ്വത്തുകൾ എന്ന് പറഞ്ഞാൽ ഒരുവന്റെ ദേഹേച്ഛയിൽ സംശയമുണ്ടാക്കുന്ന കാര്യങ്ങൾ. അപ്പോ ഈ ഒരു ശുബ്ഹത്തുകളും ഷഹവാത്തുകളും ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എത്രത്തോളം ശക്തമാണോ അതിന്റെ അടിസ്ഥാനത്തിൽ കത്തിക്കരിഞ്ഞു പോകും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾക്ക് ഏതെങ്കിലും പാപത്തിൽ അകപ്പെട്ടു പോകുന്നുണ്ട്, പാപങ്ങളോട് ഇഷ്ടമുണ്ടാകുന്നുണ്ട്, അതിന്റെ എല്ലാം അടിസ്ഥാന കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ നമുക്കുള്ള ശക്തിയുടെ കുറവാണ്, അല്ലെങ്കിൽ നമ്മുടെ അതിലുള്ള ബലത്തിന്റെ കുറവാണ്. അപ്പൊ അതുണ്ട് എങ്കിൽ ശുബ്ഹത്തുകളും ഷഹ്വത്തുകളും ശാമ്പലായി പോകുന്ന അവസ്ഥയുണ്ടാകും. ഹത്താ ഇന്നഹു റുബ്ബമാ വസല ഇലാ ഹാലിൻ ലാ യുസാദിഫു മഅഹാ ശുബ്ഹതൻ വലാ ശഹ്വതൻ വലാ ദംബൻ ഇല്ലാ അഹ്റഖഹു, അങ്ങനെ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എത്രത്തോളം അതിന്റെ പരിപൂർണമായ അവസ്ഥയിലെത്തുമോ അതോടൊപ്പം ഒരു ശുബ്ഹത്തിന്റെ അംശമോ ഒരു ശഹ്വത്തിന്റെ അംശമോ ഒരു പാപമോ ഉണ്ടാകില്ല ലാ ഇലാഹ ഇല്ലല്ലാഹ് കത്തിച്ചാമ്പലാക്കാതെ. അത്രത്തോളം ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താകും, അതിനെ ഇല്ലാതാക്കുന്ന അവസ്ഥയുണ്ടാകും. വഹാദ ഹാലു സ്വാദിഖ് ഫീ തൗഹീദിഹി, ഈ ഒരു അവസ്ഥ അവന്റെ തൗഹീദിൽ സിദ്ഖ് കാണിക്കുന്ന ഒരാളുടെ അവസ്ഥയാണ്. നോക്കൂ, യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അവിടെ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ പാപത്തിന്റെ സാഹചര്യത്തിൽ രക്ഷപ്പെടാൻ മുഖ്ലസീൻ, അല്ലെങ്കിൽ ചില റിവായത്തിൽ മുഖ്ലിസീൻ, ഇഖ്ലാസുള്ള ആളായതുകൊണ്ടാണ്, തൗഹീദ് ഉണ്ടായതുകൊണ്ടാണ്. അപ്പൊ തൗഹീദ് എത്രത്തോളം ശക്തമാകുന്നുവോ അത്രത്തോളം പാപങ്ങളിൽ നിന്നും എല്ലാമുള്ള സംരക്ഷണം നമുക്ക് ലഭിക്കും, ദീനിലുണ്ടാകുന്ന സംശയങ്ങളിൽ നിന്ന് സംരക്ഷണം ലഭിക്കും.
എന്നിട്ട് പറയാണ് ഇതാണ് തൗഹീദുൽ സിദ്ഖുള്ള ഒരാളുടെ അവസ്ഥ. അവൻ പാപങ്ങളിൽ നിന്ന് സംരക്ഷിക്കും. കാരണം അവന്റെ തൗഹീദിന്റെ ശക്തി കാരണത്താൽ പാപങ്ങളോടുള്ള താല്പര്യം, ശുബ്ഹത്തുകൾ, ശഹ്വത്തുകൾ എല്ലാം കരിഞ്ഞു പോകുന്ന അവസ്ഥയുണ്ടാവും. അല്ലദീ ലം യുശ്രിക് ബില്ലാഹി ഷൈഅൻ, ആ തൗഹീദുൽ സിദ്ഖുള്ള എന്ന് പറഞ്ഞാൽ ആരാണ്? ഒന്നിനെയും അല്ലാഹുവിൽ പങ്കു ചേർക്കാത്തവൻ. എന്നിട്ട് പറയുകയാണ് ഫഅയ്യു ദംബിൻ ഔ ശഹ്വത്തിൻ ഔ ശുബ്ഹത്തിൻ ദനത് മിൻ ഹാദൻ നൂർ അഹ്റഖഹാ, ഈ ഒരു പ്രകാശത്തിന്റെ അടുത്തേക്ക് അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ അടുക്കലേക്ക് ഏതൊരു ശുബ്ഹത്തോ ശഹ്വത്തോ പാപമൊക്കെ വന്നു കഴിഞ്ഞാലും അത് കരിഞ്ഞു പോകുന്ന, കത്തിച്ചാമ്പലായി പോകുന്ന അവസ്ഥയുണ്ടാകും. അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് സിദ്ഖ് കാണിക്കുന്ന തഹ്കീർ ചെയ്യുന്ന ഒരുവന്റെ അവസ്ഥയെ പറയുന്നത്. ഫസമാഉ ഈമാനിഹി ഖദ് ഹുരിസത് ബിന്നുജൂബ് മിൻ കുല്ലി സാരിഖിൻ ലിഹസനാതിഹി, ഈമാനിന്റെ ആകാശം ഒരു ഉപമയായിട്ട് ഇബ്നുൽ ഖയ്യിം പറയുകയാണ്, ഈമാനിന്റെ ആകാശം എന്നുള്ളത് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു നക്ഷത്രങ്ങളാൽ. അതിൽ നിന്നുള്ള നന്മകൾ കട്ടെടുക്കാൻ വരുന്ന ആളുകളെ നക്ഷത്രങ്ങളാൽ സംരക്ഷിച്ചിരിക്കുകയാണ്. അഥവാ ആകാശത്തെ നക്ഷത്രങ്ങളെ സൃഷ്ടിച്ചതിന്റെ ഒരു ഉദ്ദേശമായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലും അറിയിച്ചിട്ടുള്ള കാര്യമാണ്. പിശാചുക്കൾ ആകാശ ലോകത്തുള്ള കാര്യങ്ങൾ കട്ടുകേൾക്കാൻ വരുമ്പോൾ അവരെ എറിഞ്ഞോടിക്കാനുള്ളതാണ്. ഫലാ യുനാലു മിൻഹാ അസ്സാരികു ഇല്ലാ അലാ ഗിർറത്തിൻ വ ഗഫ്ലത്തിൻ ലാ ബുദ്ദ മിൻഹാ ലിൽ ബശർ, അവിടെ ഈ ആകാശം അഥവാ ഒരാളുടെ ഈമാനിന്റെ ഈ ഒരു തൗഹീദ് കൊണ്ട് സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കള്ളൻ അഥവാ പിശാച് അവനിൽ നിന്ന് കട്ടെടുക്കുന്നുണ്ട് എങ്കിൽ അത് എപ്പോഴാണ്ടാവുള്ളൂ? ഇല്ലാ അലാ ഗിർറത്തിൻ വ ഗഫ്ലത്തിൻ ലാ ബുദ്ദ മിൻഹാ ലിൽ ബശർ, മനുഷ്യരിൽ നിന്ന് എന്തായാലും ഉണ്ടാകേണ്ടി വരുന്ന അല്ലെങ്കിൽ ഉണ്ടാകുന്ന അശ്രദ്ധ മൂലമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കബളിപ്പിക്കൽ മൂലമോ ആണ് ആ കള്ളൻ എടുക്കാൻ പറ്റുള്ളൂ. അഥവാ വിചാരിച്ച് ഒരു തെറ്റും ചെയ്യൂല എന്നല്ല, അവന് അശ്രദ്ധയിലാകും അല്ലെങ്കിൽ അബദ്ധത്തിൽ സംഭവിക്കുമ്പോൾ മാത്രമേ ആ കള്ളൻ എന്തെങ്കിലും എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ എടുത്തു കഴിഞ്ഞാലോ അവന് പെട്ടെന്ന് ബോധം വരും, അവനിൽ നിന്ന് എന്താണോ കട്ടെടുക്കപ്പെട്ടത് ആ ബോധം അവന് വന്നു കഴിഞ്ഞാൽ അവനിൽ നിന്ന് എന്താണോ കട്ടെടുത്ത് പോയത്, കള്ളൻ എടുത്തുകൊണ്ട് പോയത്, അത് അവൻ തിരിച്ചു പിടിക്കും. അതായത് ഇതൊരു സാഹിത്യപരമായിട്ട് പറയാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ആ രീതിയിൽ പറഞ്ഞതാണ്. അതായത് ഒരാൾ നല്ല ഈമാനുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് സിദ്ഖ് കാണിച്ച് സാക്ഷാത്കരിച്ച ആളാണ്. അപ്പൊ അവന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് തന്നെ ശുബ്ഹത്തുകളിൽ നിന്നും ശഹ്വത്തുകളിൽ നിന്നും പാപങ്ങളിൽ നിന്നുമെല്ലാം അവൻ സംരക്ഷിക്കപ്പെടും. ഇനി എന്തെങ്കിലും കാരണത്താൽ അവൻ അശ്രദ്ധമായി പോകുന്ന ഏതെങ്കിലും നിമിഷത്തിൽ പിശാച് എന്തെങ്കിലും ഒരു തെറ്റ് അവനെ കൊണ്ട് പ്രേരിപ്പിക്കുന്ന അല്ലെങ്കിൽ അവന്റെ നന്മകളിൽ നിന്നും എടുത്തുകൊണ്ടുപോകുന്ന അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ അവന് പെട്ടെന്ന് തന്നെ ബോധം വരികയും തൗബ ചെയ്ത് മടങ്ങുകയും എന്താണോ അവനിൽ കുറവ് വന്നത് അത് തിരിച്ച് പിശാചിൽ നിന്ന് എടുക്കുന്ന അല്ലെങ്കിൽ അത് ചെയ്ത് പൂർത്തീകരിക്കുന്ന അവസ്ഥയുണ്ടാവും. അതല്ല എങ്കിൽ അവൻ പണിയെടുത്തുകൊണ്ട് അവനിൽ നിന്ന് കട്ടെടുത്തതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ അവൻ എന്ത് ചെയ്യും? അവൻ ചെയ്യാൻ വേണ്ടി ചെയ്ത് നേടിയെടുക്കും. അവന് ഇതേപോലെയായിരിക്കും എപ്പോഴും ജിന്നുവർഗത്തെയും മനുഷ്യവർഗത്തെയും കള്ളന്മാരെ തൊട്ടുണ്ടാവുക. അതായത് തൗഹീദ് സാക്ഷാത്കരിക്കുന്ന ഒരു വ്യക്തി അവൻ എപ്പോഴാ പരിപൂർണതയിലായിരിക്കും, അല്ലെങ്കിൽ അവൻ പാപങ്ങളിൽ അകപ്പെടാതെ ശുഭത്തിൽ അകപ്പെടാതായിരിക്കും. എപ്പോഴെങ്കിലും അശ്രദ്ധ മൂലം എന്തെങ്കിലും സംഭവിച്ചാൽ അവന് തിരിച്ചു പിടിക്കും, അല്ലെങ്കിൽ കൂടുതൽ തൗബ ചെയ്ത് മടങ്ങി ഉത്തമനായി മുന്നോട്ട് വരും. അവൻ എപ്പോഴും ആ പരിശ്രമത്തിൽ മുന്നോട്ട് വന്നിരിക്കും. അപ്പോൾ ജിന്നുവർഗത്തെയോ മനുഷ്യവർഗത്തിലെ പിശാചുക്കളെയും ഒക്കെ അവൻ ഈ അവസ്ഥയിലായിരിക്കും. ലൈസ കമൻ ഫതഹ ലഹും ഖിസാനതഹു വവല്ലൽ ബാബ ബഹറഹു, ഇവൻ ഒരിക്കലും ഏത് പോലെയാകില്ല, പിന്നെ അവന്റെ ഖജനാവിന്റെ കവാടങ്ങൾ തുറന്നു വെച്ചിട്ടുള്ള, അതുപോലെ തന്നെ അവന്റെ കഥകൾ തുറന്നു വെച്ച് പോകുന്ന ഒരുവനെ ആവൂല. അഥവാ യാതൊരു ശ്രദ്ധയുമില്ലാതെ എന്താണോ അവന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്, അവൻ ചെയ്യുന്നത് എന്താണോ, അല്ലെങ്കിൽ അവൻ ഏത് പാപത്തിലേക്കാണോ വീഴുന്നത്, എന്ത് ശുഭത്തിലാണോ വീഴുന്നത് എന്നുള്ള ശ്രദ്ധയില്ലാതെ തന്റെ ഖജനാവ് തുറന്നിട്ട് വാതിൽ തുറന്നിട്ട് പോകുന്നവനെ പോലെ ആകില്ല ഇവൻ. ആര്? തൗഹീദ് സാക്ഷാത്കരിക്കുന്ന, ലാ ഇലാഹ ഇല്ലല്ലാഹ് പൂർത്തീകരിക്കുന്ന ഒരാൾ ഉണ്ടാവുക എന്നതാണ് പറയുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത ബാബുകൾ നമുക്ക് റമദാനിലെ ദിവസങ്ങളിൽ ഈ സമയത്ത് വായിക്കാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.